വേണ്ട, ഞാൻ ഓക്കെ. എന്നാലും ഇറക്കാം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ എൻ്റെ സബോർഡിനേറ്റാ, ഞാൻ നിൻ്റെ മാനേജർ. ഓക്കെ, നീ എൻ്റെ MD ആണെന്ന് നോക്കണ്ട, എനിക്ക് പോകാനറിയാം. ഓക്കെ ശരി, ഞാൻ പോവാം. നീ പൊക്കോ. വീടെത്തി, ഒന്ന് സ്റ്റഡി ആക്കാം. പിള്ളേരൊക്കെ ഉണ്ട്. ഇന്ന് 4 വേള തന്നെയാണല്ലോ. എന്നതാടിതൊക്കെ ഗ്ലാസ് വെസ്റ്റ് എന്നതാടിതൊക്കെ മൊത്തം അത്ഭുതമായിട്ടുള്ള കിടക്കുന്നത്. ഗ്ലാസ് വെസ്റ്റ്, കഴുകാത്ത ഗ്ലാസ്, പാത്രം, കത്തി, ഇതാ തോർത്തോടെ വലിച്ചു വരിയിട്ട് കിടക്കുന്നു. വരുന്ന വഴിക്കാണെങ്കിൽ കസേര. എടി എന്നതാണ് ഇതിനോട് എത്ര പ്രാവശ്യം പറയണ്ടേ? എടി നിനക്കറിയാലോ, വൃത്തിന്റെ കാര്യത്തിന് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അല്ല, നിന്നെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒന്നിന് വൃത്തി ഉണ്ടോ? എന്നെ എന്ത് വേണേലും പറഞ്ഞോ, എന്റെ കുടുംബക്കാരെ പറഞ്ഞോ. അവർ ചെയ്ത ആകെ ഒരു തെറ്റ് ഈ കോരമാടെ കൊണ്ട് കെട്ടിച്ചത് മാത്രമല്ല. വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, സീ യു. നാളെ കാണാം. ഓ ഇത് പച്ചക്കാണല്ലോ. അവിടെ നിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വെളിവുള്ളപ്പോൾ പറയാന്ന് വെച്ചിട്ടാ. നിങ്ങൾ വൃത്തിയുടെ കാര്യം പറഞ്ഞ് എന്ന് ബഹളം ഉണ്ടാക്കുമല്ലോ. വീടിന് മാത്രം മതിയോ വൃത്തി? മനുഷ്യന്മാർക്ക് കൂടി വൃത്തി വേണം. നിങ്ങൾ വെള്ളം അടിച്ചിട്ട് വർത്താനം പറയാൻ ചെല്ലുമ്പോൾ ആൾക്കാർ മുഖം ധരിക്കും നിങ്ങൾ അറിയുന്നുണ്ടോ? ആ, രണ്ടുപേരുണ്ടല്ലോ. എന്ത് നല്ല ഗവൺമെന്റ് ജോലി ചെറുക്കാനത് ഇങ്ങനെ ആ ചേച്ചിയും പിള്ളേരൊക്കെ ഒരു അവസ്ഥ. ട്യൂഷന് പോയിട്ട് പിള്ളേർ വരുമ്പോൾ വഴിക്ക് നിങ്ങളെ കണ്ട് കരഞ്ഞിട്ട് വരുന്ന നിങ്ങൾ വല്ലതും അറിഞ്ഞോ? അതെല്ലാം വൃത്തിയായിരുന്നല്ലോ അല്ലേ? അല്ലേ? നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെയൊന്ന് വന്നുകൂടെ? എന്താ മനുഷ്യ എടി, അതിന് മാസത്തിലാകെ ഒരു ദിവസം അല്ലേ ഉള്ളൂ, 1-ാം തീയതി.